പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ അനിതയാണ്, മീ ആൻഡ് മൈ ഡിയേഴ്സ് ഫാമിലിയിൽ നിന്നും. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം കോഫി വിത്ത് അരുൺ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ ഒരു മോർണിംഗിൽ ഒരു ഇൻ്റർവ്യൂ, ഒരു ചാറ്റ് ഷോ വന്നില്ലേ. അപ്പോൾ അതിൽ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ വേടൻ പങ്കുവെച്ച കുറച്ച് ജീവിതാനുഭവങ്ങളും അദ്ദേഹം സംസാരിച്ചിട്ടുള്ള കുറേ വിഷയങ്ങളും അതിൽ അദ്ദേഹം ഫാമിലിയെക്കുറിച്ച് പരാമർശം നടത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ചെയ്തിരുന്നു, വേടൻ്റെ അമ്മയെക്കുറിച്ച്, മെഹജൂറയുടെ അന്ന് ഫോട്ടോ കൊടുത്തതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കമൻസൊക്കെ കണ്ടിരുന്നു, എന്തുകൊണ്ടാണ് വേടൻ അമ്മയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നത്. പക്ഷേ അതിനൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ആൻസർ അദ്ദേഹം ഈ ഒരു ഷോയിൽ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു വർണ്ണവിവേചനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്നവർ എല്ലാവരും ഇപ്പോൾ വേടനെ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ വരികളാണ്, അതിനകത്തെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചിന്തകളാണ്. ഒരുപക്ഷെ സമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് പറയാനുള്ളതാണല്ലോ ഈ കുട്ടി പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങളാണല്ലോ ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മനസ്സോട് ചേർത്ത് പിടിക്കും. തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളുടെ സാഹചര്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആ വാക്കുകൾ, ഇപ്പോൾ നമ്മളൊരാൾ മാറിയിരുന്ന് കുറച്ച് എഴുതാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും തീക്ഷ്ണമായ വാക്കുകൾ എഴുതാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിന് പരന്ന ഒരു വായനയുണ്ട്. ഫോക്കസ് ചെയ്യുന്നത് കൊച്ചു കുട്ടികളെ തൊട്ടിട്ടാണ്. കാരണം നാളത്തെ തലമുറ അവരാണല്ലോ. ഈ വർണ്ണവിവേചന കാര്യങ്ങളെല്ലാം ഇനി ഉണ്ടാവരുത്, അവരെ മനസ്സിൽ പതിപ്പിച്ചു കൊടുക്കാനൊരു ശ്രമം നടത്തും. പറയുന്നതെല്ലാം സമൂഹത്തിന് അനിവാര്യമായ കാര്യങ്ങളാണ്, മാറ്റപ്പെടേണ്ട കാര്യങ്ങളാണ്. ചാറ്റ് വിത്ത് അരുൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷോ വളരെ രസകരമായിട്ട് വേടൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതിനെല്ലാം വളരെ അളന്ന് കുറിച്ച വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള മറുപടികൾ മാത്രമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്നും കൂടെ നമുക്ക് കാണുവാനാകും. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വേടനെ ഒരു ഷോയിൽ തൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ പേര് പറയുന്നത്. കേട്ട് നോക്കാം. നീത്തിയുടെ പേര് ഹരിതയും മൂത്തയാളുടെ പേര് ഹരിദാസും ഹിരണും ഹരിതയും അല്ലെ. എല്ലാ ഹായിലാണ് തുടങ്ങുന്നത്. അത് അമ്മയുടെ കരവിരുതാണ്. ഹായിലെല്ലാ മക്കൾക്കും പേരിട്ടത് അമ്മയുടെ കരവിരുതാണെന്ന് പറയുന്നു. പുള്ളി എന്നാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ചിത്ര. സഹോദരങ്ങളുടെ കാര്യമാണ്, ചേട്ടൻ ഹരിദാസ്, അനിയത്തിക്കുട്ടി ഹരിത, അങ്ങനെ ഹിരൺദാസ്, മുരളി എന്നുള്ളത് നമ്മുടെ വേടൻ. അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതായത് നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ കിട്ടാതെ പോയ വാത്സല്യത്തിൻ്റെ ബാല്യം അത് അദ്ദേഹം തുറന്നു കാണിക്കുന്നുണ്ട്. ജീവിത മാർഗത്തിനായി വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന താഴ്ന്ന വിഭാഗം ജനങ്ങളുടെ ഇടയിൽ ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ താലോലിക്കാനൊന്നും മാതാപിതാക്കളിൽ ചിലർക്ക് പറ്റിയിട്ടുണ്ടാകത്തില്ല. ആ ഒരു കൂട്ടത്തിൽ പെട്ടുപോയി വേടനും എന്ന് എനിക്ക് തോന്നുന്നു. വേടനോട് ഫസ്റ്റിലെ തന്നെ അരുൺ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓടി നടന്ന ഒരമ്മയായിരുന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം വീട്ടുജോലിക്കോ മറ്റോ ആയിരിക്കാൻ പോയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഓടി നടക്കേണ്ട ഒരു സാഹചര്യമാണ് അവർക്ക് വന്നിട്ടുണ്ടാവുക. അരുണിനോട് നമ്മുടെ വേടൻ എന്താണ് മറുപടി പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാ കണ്ടത് അല്ലേ, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അല്ലേ. ഇപ്പൊ നമ്മള് മറ്റേ മെഹ്റൂജയുടെ ഫോട്ടോ, മെഹജൂറയുടെ ഫോട്ടോ തരുന്ന സമയത്ത് ഞാൻ മെഹജൂറയെ കുറിച്ച് കേൾക്കുമായിരുന്നു. അപ്പൊ മെഹജൂറ പറയുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് മോനെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ എന്നാൽ അങ്ങനൊന്നും പറയാനൊന്നും അറിയില്ല. ഇല്ല, നമ്മളങ്ങനെ ആത്മബന്ധങ്ങളൊന്നും ഇല്ല അമ്മയെ. നമ്മളങ്ങനെ ആത്മബന്ധങ്ങളൊന്നുമില്ല അമ്മയായിട്ട്. കാരണം അമ്മയ്ക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് മക്കളെ താലോലിക്കാനുള്ള ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അതായിരിക്കാം ബേസിക് റീസൺ ആയിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന് ഒത്തിരി വിഷമം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ വേട ഒന്ന് മനസ്സിലാക്കുക, നിന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അമ്മമാരിപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ട്, അമ്മമാരും അമ്മൂമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ കേരളം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു ബ്രദറിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വേടൻ. സിനിമകളിൽ കാണുന്ന അമ്മയല്ല എൻ്റെ അമ്മ. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ അരുൺ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അതിന് വേടൻ എന്ത് മറുപടി പറയുന്നു എന്നുള്ളത് കൂടെ നമുക്ക് കേട്ട് നോക്കാം. വേടന്റെ മനസ്സിലുള്ളൊരമ്മ അതെങ്ങനെയുള്ളൊരമ്മയായിരുന്നു, വേടന്റെ ഒരു അനുഭവത്തിലുള്ളൊരമ്മ? ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ പോലെ ഈ അധസ്ഥിതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിലെ അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെ കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവനെ പഠിപ്പിച്ച് ഒരു വലിയ നിലയിലാക്കണം, സ്പെഷ്യൽ ട്യൂഷൻ അയക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ പട്ടിണിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട്, വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന. അതായത് അവർ മനസ്സിലായോ,
എൻ്റെ അമ്മയൊന്നും അങ്ങനത്തെ അമ്മയായിരുന്നില്ല. ഒരു പക്ഷേ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളതൊരു ലക്ഷറിയാണ് വേടനെ സംബന്ധിച്ചല്ലേ? അയ്യോ കോടീശ്വരനായി ഞാനപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നു കോടീശ്വരനായ. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇനിയും കോടീശ്വരനാവും. സ്നേഹം കൊണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് സ്നേഹിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു അമ്മയെ കിട്ടാത്തത് കൊണ്ടൊരു ദാരിദ്ര്യം കൂടിയുണ്ട്. അഥവാ അമ്മയുടെ ഒരു അവസ്ഥ അതെല്ലാ മക്കൾക്കും അമ്മ ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണല്ലോ എല്ലാ മക്കൾക്കും. അമ്മ നെസസറി ആയിട്ടുള്ള കാര്യമാണ്, ശരിയാണ്. അമ്മയുടെ വാത്സല്യം കുഞ്ഞുങ്ങൾ അറിയേണ്ട പ്രായത്തിൽ അറിയുക തന്നെ വേണം. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചെറുപ്രായത്തിൽ അമ്മ വാത്സല്യം കിട്ടേണ്ടതാണ്. എങ്കിൽ അന്ന് ചോറ് ഒരു പിടി ചോറൊക്കെ വാരിത്തിരുന്ന ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കോടീശ്വരനായേനെ. ഇനിയും ഞാൻ കോടീശ്വരനാവും സ്നേഹം കൊണ്ട്. നിനക്ക് നമ്മളെല്ലാവരും ഉണ്ട് വേടൻ. അതുകൊണ്ട് കേരളത്തിലെ ലക്ഷോപലക്ഷം അമ്മമാർ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇപ്പോഴേ കോടീശ്വരനാണ്, ആ കാര്യം ഒന്ന് ഓർത്ത് വിഷമിക്കുക വേണ്ട. വേടൻ കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു അച്ഛനെക്കുറിച്ചാണ്. എനിക്ക് കൂടുതലായിട്ടും അദ്ദേഹം ഒരുപക്ഷെ ചെറുപ്പകാലം തൊട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും അച്ഛനോടൊപ്പം ആവാം. അപ്പോൾ യൂട്യൂബിലൊക്കെ എനിക്ക് തോന്നുന്നു ഒത്തിരിയും ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല, കൂലിപ്പണിക്കാരനാണ്, വാർക്കപ്പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അരുൺ ചോദിച്ചിട്ടുള്ളതിന് വേടൻ പറയുന്ന മറുപടി മുരളിച്ചേട്ടൻ ലോട്ടറിയാണ്. ഇല്ല അതൊക്കെ കഥ തെറ്റാണ്. അതൊക്കെ യൂട്യൂബ് വെറുതെ പറഞ്ഞു. അപ്പം കൂലിപ്പണി തന്നെയാണ്, ലോട്ടറി പണിയൊന്നുമല്ല, വാർക്കപ്പണി മേലനങ്ങി പണിയെടുക്കുന്ന ഒരാളാണ്. എത്ര വയസ്സായി ആൾക്കാർ ഓരോ കഥകൾ പറഞ്ഞു, ഭയങ്കര കഥകളാണ്. അപ്പൊ അതിലൊന്നും പ്രേക്ഷകർ കരുതണ്ട, ഇതാണ് വാസ്തവം കേട്ടോ. അപ്പനൊരു ദിവസം ഇത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ എപ്പോഴാണ് ലോട്ടറി വിറ്റേന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. അപ്പൊ ഞാൻ എനിക്കറിയാൻ പാടില്ല. അപ്പൊ ആൾക്കാർ ഓരോന്ന് പറയണതാണ്. അപ്പനെക്കുറിച്ച് വളരെ വാചാലമായിട്ട് പിന്നെയും സംസാരിക്കുന്നുണ്ട്. എന്നിരുന്നാലും വാത്സല്യം എന്നുള്ളതിൽ അപ്പൻ്റെ സൈഡിൽ നിന്നാലും എക്സ്പ്രസീവായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള സങ്കടമൊക്കെ വേടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൻ്റെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് വേടൻ പറയുന്ന ചില കാര്യങ്ങൾ കൂടെ നമുക്ക് കേട്ട് നോക്കാം. അടുക്കള ജീവിയാണ് അപ്പൻ. കാലത്ത് ഒരു 5:50 5:20 ആകുമ്പോഴേക്കും പുള്ളിക്കാരെ എനിക്ക് എന്നിട്ടൊരു FM ഓണാക്കും, അല്ലെങ്കിൽ പാട്ട് പാടും. ഒരു 7 മണിക്കുള്ളിലൊക്കെ ഭക്ഷണം റെഡിയാണെന്നേ. അപ്പനാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. അടുക്കളക്കകത്ത് ആരെയും കയറ്റാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു വാശിയുള്ള ആളാണ്. ഇത് വൈകുന്നേരം ഈ പാട്ടൊക്കെ പാടുന്ന കേൾക്കുന്ന സമയത്ത് മനസ്സ് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ? ഇതിപ്പോ കേൾക്കുന്ന സമയത്ത് തന്നെ പ്രേക്ഷകർക്കും അത് ആ ഫീലിംഗ്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് മിണ്ടലും വലിയ കാര്യമായിട്ടൊന്നും മിണ്ടലൊന്നും ഇല്ല. പക്ഷെ ആൾക്കറിയാം, നമുക്ക് രണ്ടുപേർക്ക് അറിയാം അങ്ങോട്ട്. ഞങ്ങൾ അങ്ങനെ മിണ്ടാറൊന്നും, ഇമോഷൻസ് ഇങ്ങനെ കൈമാറാറില്ല. അതങ്ങനെ ഒരു ശീലമില്ല, ആ കൾച്ചറിൽ അങ്ങനെ ഒരു ശീലമില്ല. പല കുടുംബങ്ങളിലും എനിക്ക് തോന്നുന്നു ആൺമക്കളും അപ്പന്മാരും തമ്മിലുള്ളൊരു ഇന്നൊക്കെ കാണുന്ന പോലെയുള്ള ഒരു വാത്സല്യം, എക്സ്പ്രസീവായിട്ടുള്ള വാത്സല്യം 90s 80s കുട്ടികൾക്ക് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് അറിയാം. അപ്പം അപ്പൻ്റെ കൂടെയാണല്ലോ കൂടുതൽ സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചും ഈ വാചാലനാവുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ട് നോക്കിയാലോ? അതിപ്പോ എൻ്റെ ഫാദർ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരനായിട്ട് ഞാനിപ്പോ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എൻ്റെ അപ്പനാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാള്. പക്ഷെ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങൾ ഇല്ലെന്നേ. സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആ ഒരു കൾച്ചർ ഈ പറയുന്ന നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. സിനിമയിലൊക്കെ അതാണ് വേടൻ പലപ്പോഴും പലയിടത്തും പറയുന്നത്. സിനിമയിൽ കാണുന്ന അച്ഛനും അമ്മയും അല്ല ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ കാര്യം അതാണ്. അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോയിട്ടുള്ള കാര്യവും അങ്ങനെയുള്ള പാട്ടിൻ്റെ കാര്യം. അച്ഛന് പാട്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എപ്പോഴും അതൊന്ന് കേട്ട് നോക്കണം കേട്ടാ. ഞങ്ങളുടെ പണി സൈറ്റ് പാട്ട് കച്ചേരിയാണ്. പാട്ടാണ്. അപ്പനൊക്കെ ഭയങ്കര പാട്ടുകാരാണ്. അപ്പനൊക്കെ പണിക്ക് കയറി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റേഡിയോ അയ്യോ ഞാൻ അപ്പനും വളരെ ഒരേ ടീമിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൻ്റെ കൂടെ പണിയെടുക്കാൻ പറ്റില്ല. ഭയങ്കര സ്പീഡാണ് അയാൾക്ക്. ചെറുപ്രായത്തിലെ തന്നെ ലഹരി പോലുള്ള കാര്യങ്ങളിലേക്ക് അടിമയാകാം. 13 വയസ്സിലെ ലഹരി ഉപയോഗിച്ചിരുന്നു അദ്ദേഹം തുറന്നു പറയുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞങ്ങളെ നിയന്ത്രിക്കാനോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്ത് കൂടെ നിർത്തുവാനോ മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചും കൂടെ ചെറിയൊരു സൂചനയുണ്ട്. അത് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും സമൂഹത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അവരെ എങ്ങനെ കെയർ ചെയ്യണം. അമ്മയും കുഞ്ഞുങ്ങളെ അവർ ഒരു 10-13 വയസ്സെന്നൊക്കെ പറയുന്ന പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ലൈഫിൽ വളരെ വലിയൊരു ചേഞ്ച് നടക്കുന്ന സമയമാണ്.
അപ്പോൾ അവരെങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാവാം ഒരു പക്ഷേ ചെറുപ്രായത്തിലെ തന്നെ ലഹരിക്കൊക്കെ അടിമയാകേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളൊരു സൂചനയും കൂടെ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ചില ശീലങ്ങളുടെ കാര്യത്തിലും അങ്ങനെ വഴികാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണത്. എനിക്ക് ചിലപ്പോൾ അപ്പനും അമ്മയും ലൈക്ക് ഇതേമാതിരി ആയിരുന്നെങ്കിൽ മോനെ അത് അങ്ങനെ പോകുന്നത് തെറ്റായ രീതിയിലേക്കാണ് എന്ന് പറഞ്ഞവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാരൻറ്റിങ് അവിടെ വേടൻ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയും നമ്മളതെല്ലാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള കുറേ വിവാദങ്ങളിൽ അദ്ദേഹത്തിനെ പിന്നെ ലഹരി കേസുകളിലാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലൊക്കെ ആകേണ്ടുന്ന ഒരു സാഹചര്യം വന്നല്ലോ. ആ സമയത്തും അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഭയം എന്ന് പറയുന്നത് വേടനെ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഒരു വിഭാഗം ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ആയാലും ഒരു സർക്കിൾപ്പെട്ട ആൾക്കാർ, കുടുംബത്തിനെ ഇപ്പോൾ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുന്ന ആ വാക്കുകളിലെ വാത്സല്യം, തനിക്ക് കിട്ടാതായ വാത്സല്യവും സ്നേഹവും, അതായത് അവർ അനുഭവിക്കാതെ ഇരുന്നിട്ടുള്ള സുഖസൗകര്യങ്ങൾ അവർക്ക് ഇപ്പോൾ നൽകുന്നുണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. ആ ഭയമാണ്, മറ്റൊരു ഭയമോ അല്ല. അവരിപ്പോഴാണ് ജീവിതം എന്തെന്ന് അറിയുന്നത്. ഇപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ സ്കൂട്ടറുണ്ട്, നല്ല ആഹാരമുണ്ട്, ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ എപ്പോൾ വേണമെങ്കിലും വെച്ച് കഴിക്കാം, മഴ നനയാതെ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ കിടന്നുറങ്ങാം. അപ്പോൾ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ എന്നെ വേറെ രീതിയിലേക്ക് മാറ്റപ്പെട്ട് എൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് അത് പ്രശ്നമാകുമല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെ ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് കേട്ട് നോക്കാം. കാരണം അവർ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷത്തിൽ ജീവിക്കാത്ത ആൾക്കാരാണ് എൻ്റെ അപ്പനും അനിയത്തിയും ചേട്ടനൊക്കെ. അവർക്ക് ഇപ്പോഴാണ് ഒരു മോശമില്ലാത്തൊരു വീട്ടിൽ സ്കൂട്ടറൊക്കെ ഉണ്ട്, യാത്ര ചെയ്യാൻ സൗകര്യവും അവർക്ക് തോന്നുന്ന ഭക്ഷണങ്ങൾ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴാണ് അവർ ജീവിക്കുന്നത്. അവരെ സന്തോഷം അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ആ കുപ്പായം വിയർപ്പ് തിന്നിയിട്ടതാ. തീർച്ചയായിട്ടും. പക്ഷെ നാട്ടുകാരതിന് വേറെ കഥകളൊക്കെ പറഞ്ഞു അത് നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, അത് നാട്ടുകാർക്ക് എന്തും പറയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം, എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും വാത്സല്യം കിട്ടിയിട്ടില്ല, ഞാൻ എൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ, അവരെ സുഖസൗകര്യത്തിൽ അവർ കഷ്ടപ്പെടാതെ അവരെ കണ്ണ് നിറയാതെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അയാളുടെ മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാകുന്ന എപ്പോഴാണ്? സമൂഹത്തിൻ്റെ ബേസിക്കായിട്ടുള്ള ഒന്നാണ് കുടുംബം. ആ കുടുംബത്തിനെ എത്രമാത്രം സംരക്ഷിച്ച് നിർത്താൻ ഒരാൾ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തിയാണ്. അതങ്ങനെ പല കുടുംബങ്ങൾ ചേരുമ്പോഴാണല്ലോ ഒരു സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ വേടൻ്റെ കുടുംബത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാത്സല്യം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വേടൻ എന്ന് വെച്ചാൽ ഓക്കെ.